എല്ലാ കുലത്തിലും എല്ലാ മനുഷ്യരിലും ഇതൊക്കെ അടങ്ങിയിട്ടുണ്ട്. പക്ഷേ നമ്മളിൽ വിസ്മരിക്കപ്പെട്ടു പോയി. 18 പുരാണങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ, എല്ലാം ശ്രേഷ്ഠമായ പുരാണമാണെങ്കിലും അതിശ്രേഷ്ഠമെന്ന് ശാസ്ത്രന്മാരും ഋഷീശ്വരന്മാരും ദേവന്മാരും പുകഴ്പ്പെട്ട ഒന്നാണ് ശ്രീമദ് ഭാഗവതം. പക്ഷേ ലക്ഷ്മി ദേവി ആ സ്വന്തം ഭക്തന്മാർക്ക്, പൈസ സ്വർണം ആഗ്രഹിക്കുന്നവർക്ക് അദ്ദേഹത്തിനെ ലക്ഷ്മി ദേവിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയായ കുബേരനെ ഏൽപ്പിച്ചിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് നീ നോക്കിയിട്ട് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. നമസ്കാരം തിരുമേനി. നമ്മൾ ഇന്നത്തെ ചോദ്യം എന്ന് പറയുന്നത്, ഈ ലോകത്തിൽ നമ്മൾ തന്നെ വേദങ്ങളിൽ കേട്ടിട്ടുണ്ട് 30 മുക്കോടി ദേവീദേവന്മാരുണ്ട്. ഇപ്പോൾ 30 മുക്കോടി ദേവീദേവന്മാരെയും മനുഷ്യനെ ജനിച്ചൊരു വ്യക്തി അവരെ നമ്മൾ പ്രീതിപ്പെടുത്തണം. അപ്പോൾ ഓരോരുത്തരും ഓരോ മന്ത്രങ്ങളുണ്ട്. ഇത്ര പ്രീതിപ്പെടുത്തിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമെന്ന് കേട്ടിട്ടുണ്ട്. അതായത് ഓരോ ദേവനും ഓരോ ജോലി, നമ്മൾ ഇരിക്കുന്ന സ്ഥാനം നിയന്ത്രിക്കുന്ന ഒരു ദേവൻ, നിൽക്കുന്ന അങ്ങനെ ഒരുപാട് കേട്ടിട്ടുണ്ട്. ഇത്രയും 30 മുക്കോടി ദേവീദേവന്മാരെയും നമുക്ക് ഈ ഒരു ജന്മം കൊണ്ട് ഒരു മനുഷ്യന് പ്രീതിപ്പെടുത്താൻ പറ്റത്തില്ല. പക്ഷേ അതിങ്ങനെ പ്രീതിപ്പെടുത്താൻ പറ്റാത്ത സാഹചര്യമാണ് നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ട് വരുന്നതെന്ന് കേട്ടിട്ടുണ്ട്. ഇവരെല്ലാം പ്രീതിപ്പെടുത്താൻ പറ്റുന്ന എന്തെങ്കിലും ഒരു ഉപായം വേദങ്ങൾ പറയുന്നുണ്ടോ? ഈ 30 മുക്കോടി ദേവതാ സങ്കല്പം തന്നെ ശാസ്ത്രീയമായ ശാസ്ത്രം നിരൂപിക്കുന്ന ഒരു സങ്കല്പമാണ്. ശാസ്ത്രത്തിൽ പറയുന്നതാണ്, ഈ സർവ്വചരാചരങ്ങളും ഒരാളല്ല നിയന്ത്രിക്കുന്നത്, ഓരോ കാറ്റഗറിയിൽ പെടുന്നതാണ്. ഇപ്പോൾ നമുക്ക് നോക്കുമ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ത്രിമൂർത്തിമാർ 3 പേരും 3 ഗുണങ്ങളെ, 3 അധിഷ്ഠാനങ്ങളെ പ്രദാനം ചെയ്യുന്നു. ബ്രഹ്മാവ് സൃഷ്ടികർത്താവും, അദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടി സൃഷ്ടിയാണ്. പിന്നെ പരിപാലകത്വം വിഷ്ണുവിനും, അതുപോലെ തന്നെ സംഹാരകത്വം മഹാദേവനും എന്നുള്ള കൽപ്പന ചെയ്യുന്നുണ്ട്. അതുപോലെ ലോകത്തിൻ്റെ മാതാവായ ലോകമായയാണ് പറയുന്നത് ഭഗവതിയെ. അങ്ങനെ ഓരോരോ കാറ്റഗറി ഓരോരോ ദേവതാ സങ്കല്പങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട് നമ്മുടെ ഭാരതീയ സംസ്കാരത്തിൽ. ഇത് ഋഷീശ്വരന്മാരല്ല രചിക്കപ്പെട്ടത്, അതിനു മുന്നേ തന്നെ ദേവന്മാരാൽ അതിനെ പരികൽപ്പന ചെയ്തിട്ടുള്ള ഒരു സവിശേഷതമായ ഒരു സംഭവമാണ്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ 30 മുക്കോടി ദേവതകളും നമ്മുടെ ഊണിലും ഉറക്കത്തിലും ഓരോ പ്രവൃത്തി ചെയ്യുമ്പോഴും നമ്മളത് ആചരിക്കുക തന്നെ വേണം. അവരെ സ്മരിക്കുക എന്ന് പറഞ്ഞാൽ അവരുടെ അതാത് മന്ത്രങ്ങളെ കൊണ്ട് തന്നെ സ്മരിക്കണം. ഇപ്പോൾ ഭൂമിയിൽ നമ്മൾ രാവിലെ എണീക്കുമ്പോൾ തൊട്ടുള്ള കാര്യം നോക്കുകയാണെങ്കിൽ, എണീക്കുന്ന സമയത്ത് കരത്തിൽ നമ്മുടെ 2 കൈകളുടെയും സ്വാധീനം ചെലുത്തുന്ന കരാഗ്രേ വസതേ ലക്ഷ്മി, കരമധ്യേ സരസ്വതി, കര ആഗ്രേ തു ഗോവിന്ദം, പ്രഭാതേ കരദർശനം എന്നാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ദേവന്മാർ ദേവിമാർ ഈ കരത്തിലിരിക്കുന്നു. അപ്പോൾ അവരെ സ്മരിക്കുകയാണ് ഈ മന്ത്രങ്ങൾ കൊണ്ട്. അതുപോലെ ഭൂമിയിൽ ആദ്യമായിട്ട് കിടക്കയിൽ നിന്നും വലതുകാല് ഭൂമിയിൽ സ്പർശിക്കുമ്പോൾ ഭൂമിക്ക് സ്പർശന മന്ത്രമുണ്ട്. അങ്ങനെ കുളിക്കുമ്പോൾ നദികളിലെ ഏറ്റവും പുണ്യനദികളായ 7 നദികളെ സ്മരിക്കണം. അവരെ ആവാഹിച്ച് വേണം, അവരുടെ പെർമിഷനോടുകൂടിയാണ് ജലത്തെ നമ്മൾ സ്വീകരിക്കേണ്ടത്. ആഹാരം കഴിക്കുമ്പോൾ അഹം വൈശ്വാനരോ ഭൂത്വ പ്രാണിനാം ദേഹമാശ്രിതം, അങ്ങനെ ഭഗവത്ഗീതയിലെ ആ ശ്ലോകങ്ങളാണ് ഇത് കോട്ട് ചെയ്തുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത്. അങ്ങനെ ഓരോ പ്രവൃത്തി ചെയ്യുമ്പോഴും ഓരോ ദേവന്മാരെ സ്മരിക്കുക എന്നുള്ളത് ഭാരതീയ സംസ്കാരത്തിൻ്റെ ഒരു ഘടകമാണ്. അപ്പോൾ നമ്മൾ അങ്ങനെ വരുമ്പോൾ സഞ്ചരിക്കുമ്പോഴും ഇരിക്കുമ്പോഴും കിടക്കുമ്പോഴും പറയുമ്പോഴും ഒരു പ്രവൃത്തി ചെയ്യുമ്പോഴും ഏതൊരു പ്രവൃത്തി ചെയ്യുമ്പോഴും നമ്മൾ ഇങ്ങനെയുള്ള ദേവന്മാരെ സ്മരിക്കുക അത്യാവശ്യം തന്നെയാണ്. പക്ഷേ അതൊന്നും ഈ കലിയുഗത്തിൽ സാധ്യമല്ല. കാരണം കലിയുഗത്തിലുള്ളവർ മന്ദഹ സുമന്ദമതയോൻ എന്ന് ശ്രീമദ് ഭാഗവതം പറയുന്നു. എന്തെന്ന് വെച്ചാൽ മടിയന്മാരും മന്ദബുദ്ധികളുമാണ് കലിയുഗത്തിലുള്ളവർ. അവർക്ക് സമയമില്ല, അവർ മടി പിടിച്ചവരാണ്, അവർക്ക് ഇതൊന്നും ചെയ്യാൻ സമയമില്ല. അപ്പോൾ ഇങ്ങനെ ചെയ്യാതിരിക്കുമ്പോൾ ഋഷീശ്വരന്മാരാൽ കൽപ്പിതമായ ഈ ഒരു അവസ്ഥ, ഈ ഒരു കാര്യങ്ങൾ, ഈ ഒരു പീരീഡുകൾ ഇത് ഋഷീശ്വരന്മാരാൽ അല്ലെങ്കിൽ ദേവന്മാരാൽ ചിട്ടപ്പെടുത്തിയിരിക്കുന്നതാണ്. അതുകൊണ്ടാണ് ബ്രാഹ്മണർ രാവിലെ എഴുന്നേറ്റ് അവർ സന്ധ്യയെ വന്ദനം ചെയ്ത് സൂര്യദേവനായ സവിതാവിനെ വന്ദിച്ചുകൊണ്ട് അവരുടെ ബ്രഹ്മമുഹൂർത്തത്തിൽ അവർ വന്ദിച്ചുകൊണ്ട് അവരുടെ നിത്യകർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നു. അഗ്നിഹോത്രികൾ അഗ്നിയാഗം ചെയ്യുന്നു, ബ്രാഹ്മണർ ദാനം ചെയ്യുന്നു. ഇതെല്ലാം ഓരോ ദേവതമാരെ സങ്കല്പികമായിട്ടാണ് അവർ സങ്കല്പിച്ചുകൊണ്ടാണ് ചെയ്യുന്നത്. അങ്ങനെ എല്ലാ കുലത്തിലും എല്ലാ മനുഷ്യരിലും ഇതൊക്കെ അടങ്ങിയിട്ടുണ്ട്. പക്ഷേ നമ്മളിൽ വിസ്മരിക്കപ്പെട്ടു പോയി.
സാധാരണ ആൾക്കാർ വിസ്മരിക്കപ്പെട്ടു പോയി. ബ്രാഹ്മണർ പോലുള്ള പദവിയിലിരിക്കുന്ന വ്യക്തികൾ അതിനെ സ്മരിക്കുന്നുണ്ട്. അതാണ് പ്രത്യേകത. അപ്പോൾ അങ്ങനെ വരുമ്പോൾ 33 ദേവതകളെ സ്മരിക്കേണ്ട ആവശ്യകത ഒരു മനുഷ്യജന്മത്തിന് ഉണ്ട്, അത്യാവശ്യമാണ്. അത് പക്ഷേ ഇപ്പോൾ നിവർത്തിക്കാൻ പറ്റാത്ത ഒരു കാര്യമായതുകൊണ്ട് അതിനെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റുന്നതെന്ന് വെച്ചാൽ ഒരു വൃക്ഷത്തെ ഉപമിക്കാം. ഒരു വൃക്ഷത്തെ ഉപമിക്കുന്നത് എങ്ങനെയാണ്? വൃക്ഷം എന്ന് പറയുന്നത് ഫലങ്ങളെയൊക്കെ തരുന്നതാണ്. അത് വളർന്ന് വലിയ വൃക്ഷമായി, ചെടിയായി, വൃക്ഷമായി അതിൽ നിന്നും കായ്ഫലങ്ങളൊക്കെ തരുന്നു. ഈ കായ്ഫലങ്ങൾ നമ്മൾ രുചിച്ചാൽ മതി. നമ്മൾ വൃക്ഷത്തിൻ്റെ വേറെ ഒന്നും ചെയ്യേണ്ട. ആ രുചിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? എന്നും നിത്യവും ആ വൃക്ഷത്തിൻ്റെ വേരിൽ ജലം ഒഴിക്കുന്നുണ്ട്. അപ്പോൾ അത് ഒഴിക്കുമ്പോൾ നമ്മൾ കായ്ക്കൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല, ഇലയിൽ ഒഴിക്കേണ്ട ആവശ്യമില്ല, തണ്ടിലൊഴിക്കേണ്ട ആവശ്യമില്ല, പൂവിലൊഴിക്കേണ്ട ആവശ്യമില്ല. ഇതെല്ലായിടത്തും പോയി എത്തുന്നുണ്ട് അല്ലേ? അതുപോലെയാണ് നമ്മൾ യഥാർത്ഥ വഴി എന്ന് പറയുമ്പോൾ ശരിയായത് ഈ ലോകത്തെ യജ്ഞങ്ങളും ദാനങ്ങളും പിന്നെ ധ്യാനങ്ങളും ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ്. എന്നുവെച്ചാൽ അത്രയ്ക്കും അധപ്പതിച്ചു പോയി. ഇനി ഈ കലിയുഗത്തിലെ ഒരു യജ്ഞങ്ങൾക്കും അല്ലെങ്കിൽ ഒരു ദാനങ്ങൾക്കും പ്രാധാന്യം കൽപ്പിക്കുന്നില്ല. അതുകൊണ്ടാണ് ശാസ്ത്രത്തിൽ പറയുന്നത് എന്താണ്? കലേദോഷ നിധോരാജൻ അസ്തിനേകോ മഹാൻ ഗുണ. അപ്പോൾ കലിയുഗത്തിൻ്റെ ധർമ്മം, കലിയുഗത്തിൽ നിന്നും നിങ്ങൾ ഈ ആചാരങ്ങളൊക്കെ ചെയ്ത് വരുമ്പോഴത്തേക്കും നിങ്ങളുടെ ഒരു ശിഷ്ടജന്മം അങ്ങ് നശിക്കും. ശിഷ്ടകാലം നശിച്ചു തീരും. നശിക്കും എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്തിടത്തോളം ബുദ്ധിമുട്ടുകൾ, നിങ്ങൾ പല സങ്കല്പങ്ങളും പല ദേവന്മാരുടെയും ഉപാസകരാകുമ്പോൾ നിങ്ങൾക്കുണ്ടാവും. ആ ഉപാസന പദ്ധതി ഒരു ദേവനിൽ പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധ ഉറപ്പിച്ച് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നില്ല. കാരണം നമ്മൾ വേറൊന്നിലോട്ട് വ്യതിചലിച്ചു പോകുന്നു. അപ്പോൾ ആ ദേവനെ നിന്ദിക്കുന്നതിന് തുല്യമാണ് ആ ദേവൻ്റെ ഉപാസനകൾ ചെയ്യാൻ പറ്റാതെ വരുന്നത്. അപ്പോൾ അങ്ങനെ ആലോചിക്കുകയാണെങ്കിൽ ഈ 33 ദേവന്മാരെ എങ്ങനെ നമുക്ക് ഉപാസിക്കാൻ പറ്റും? എങ്ങനെ ആരാധിക്കാൻ പറ്റും? അപ്പോൾ ഇതിനൊക്കെ വേര്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വേര് എന്ന് പറയുന്നത് സാക്ഷാൽ ഗോവിന്ദം ആദിപുരുഷം. ശാസ്ത്രം പറയുന്നു ഭഗവാന്റെ ഇത് ഞാനൊരു വ്യക്തി എന്നുള്ളത് കൊണ്ട് പറയുന്നതല്ല, അല്ലെങ്കിൽ എനിക്ക് സ്വാധീനമുള്ളത് കൊണ്ടോ എനിക്ക് താല്പര്യമുള്ളത് കൊണ്ടോ പറയുന്നതല്ല. നിങ്ങൾക്ക് ഏവർക്കും പരിശോധിക്കാവുന്നുള്ള കാര്യം 18 പുരാണങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ, എല്ലാം ശ്രേഷ്ഠമായ പുരാണമാണെങ്കിലും അതിശ്രേഷ്ഠമെന്ന് ശാസ്ത്രന്മാരും ഋഷീശ്വരന്മാരും ദേവന്മാരും പുകഴ്പെട്ട ഒന്നാണ് ശ്രീമദ് ഭാഗവതം. ഭാഗവതം എല്ലാത്തിൻ്റെയും രസം, ഭാഗവതം രസമാലയം എന്നാണ്. എല്ലാത്തിൻ്റെയും രസം അതിൽ ഉണ്ട്. ആ രസത്തിൽ നിന്നാണ് പറയുന്നത് എന്താ? ഏവം ദേവകീ പുത്രഗീതം, ഭഗവത് സ്മരണ അത്യാവശ്യമാണ്. എന്താണ്? നിങ്ങൾ എന്ത് ചെയ്താലും ചെയ്തില്ലെങ്കിലും ഈ ഭഗവത് സ്മരണ ഉണ്ടെങ്കിൽ ഈ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വേരിന് വെള്ളം ഒഴിക്കുന്നതിന് തുല്യമാണ്. വെള്ളം ഒഴിക്കുന്നതിന് തുല്യമെന്ന് പറഞ്ഞാൽ നാമം ജപം, ഭഗവാന്റെ തിരുനാമജപം നമ്മൾ എന്തൊക്കെ ചെയ്യുമോ അതെല്ലാം എല്ലായിടത്തും പോയി ചേരും. എല്ലാ ദേവീ ദേവന്മാർക്കും അത് ക്രമേണ എത്തപ്പെടും. അപ്പോൾ അവരൊക്കെ സംപ്രീതരാകും. എങ്ങനെയാണ്? ഭഗവാൻ ആദിപുരുഷൻ എന്നാണ് പറയുന്നത്. സാക്ഷാൽ ഭഗവാൻ ആദിപുരുഷനാണ്. ആ ആദിപുരുഷനായ ഭഗവാന്റെ ഈ അവതാര അംശങ്ങളായ ദേവീ ദേവന്മാർക്ക് സംപ്രീതരുണ്ടാക്കാൻ വേണ്ടി ഭഗവാൻ തന്നെയാണ് ഇവർക്ക് ഓരോരോ ഡ്യൂട്ടി കൊടുത്തത്. യമരാജൻ്റെ ഡ്യൂട്ടി എന്താണ്? അദ്ദേഹം മരണപ്പെടുന്ന ആത്മാക്കളെ ഉദ്ധരിക്കുക. അവരെ ഉദ്ധരിച്ച് എവിടെ കൊണ്ടുപോവുക? യമലോകത്തേക്ക് കൊണ്ടുപോവുക. അതാണ് അദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടി. മഹാലക്ഷ്മിയുടെ ഡ്യൂട്ടി എന്താ? മഹാലക്ഷ്മിയുടെ ഡ്യൂട്ടി ധനം, ധാന്യം, ഐശ്വര്യം ഇത് പ്രദാനം ചെയ്യുക. അപ്പോൾ അദ്ദേഹം ധനലക്ഷ്മി എന്ത് ചെയ്തിട്ടുണ്ട്? ലക്ഷ്മി ദേവി അഷ്ടലക്ഷ്മിമാരാണ്. അഷ്ടലക്ഷ്മിമാരാകുമ്പോൾ വീര്യം, ഐശ്വര്യം, യശസ്, ധാന്യം, ധനം, സന്താനം ഇവയൊക്കെ കൊടുക്കുന്ന ദേവീഭാവത്തെയാണ് ലക്ഷ്മി പ്രദാനം ചെയ്യുന്നത്. പക്ഷേ ലക്ഷ്മി ദേവി ആ സ്വന്തം ഭക്തന്മാർക്ക്, ലക്ഷ്മി പൈസ സ്വർണം ആഗ്രഹിക്കുന്നവർക്ക് അദ്ദേഹത്തിനെ ലക്ഷ്മി ദേവിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയായ കുബേരനെ ഏൽപ്പിച്ചിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് നീ നോക്കിയിട്ട് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതൊന്നും ഡയറക്റ്റ് അല്ല. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഡയറക്റ്റ് നമുക്ക് ഒന്നും കിട്ടുന്നില്ല, ഇൻഡയറക്റ്റാണ് കിട്ടുന്നത്. പക്ഷേ ഇതിൻ്റെ എല്ലാം പ്രഥമ കേന്ദ്രം എന്ന് പറയുന്നത് സാക്ഷാൽ സ്ഥിതിപാലകനും ജഗത് പാലകനും ജഗദീശ്വരനുമായ ഭഗവാൻ. അത് നിരൂപിക്കുന്നുണ്ട് എല്ലാ ശാസ്ത്രങ്ങളും, 18 പുരാണങ്ങളും വേദങ്ങളും ഉപനിഷത്തുക്കളും പുരാണങ്ങളും ഇതിഹാസങ്ങളും ചൂണ്ടിക്കാണിക്കുന്നത് ലാസ്റ്റ് ഒരാളെയാണ്, ഗോവിന്ദമാദിപുരുഷം തമഹം ഭജാമി.
ഗോവിന്ദനെ ഭജിച്ചാൽ മാത്രമേ ഈ കലിയുഗത്തിൽ നിന്നും രക്ഷ നേടാൻ സാധിക്കൂ. അപ്പം മറ്റുള്ള കർമ്മങ്ങൾ, മറ്റുള്ള ആരാധനകൾ, മറ്റുള്ള ദേവതാ സങ്കല്പങ്ങളെല്ലാം ശരി തന്നെയാണ്, തെറ്റല്ല. പക്ഷേ അവയിലൂടെ നമുക്ക് എത്താൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. ഓരോ മന്ത്രങ്ങൾക്ക് ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ഗായത്രി മന്ത്രങ്ങൾക്ക് ഒരുപാട് പ്രാധാന്യമുണ്ട്. മന്ത്രങ്ങളിലെ ശ്രേഷ്ഠമാണ് ഗായത്രി മന്ത്രം. ആ ഗായത്രി മന്ത്രം നിശ്ചിത അളവുണ്ട്, അത് ജപിക്കേണ്ട പരിധിയുണ്ട്, അതിന് ജപിക്കാനായിട്ടുള്ള മുഹൂർത്തങ്ങളുണ്ട്, നിബന്ധനകളുണ്ട്, നിയമങ്ങളുണ്ട്. ഇതൊക്കെ പരിപാലിച്ചാൽ മാത്രമേ അതിൻ്റെ ഫലം നമുക്ക് വന്നു ചേരൂ. പക്ഷേ അങ്ങനെ ഓരോ മന്ത്രങ്ങളും, ഓരോ 33 കോടി ദേവതകളുടെ ഓരോ മന്ത്രങ്ങളും എടുക്കുകയാണെങ്കിൽ ഇന്ന് നമുക്ക് ഒരു ദിവസം കിട്ടത്തില്ല, ഒരു ദിവസം പോരാ. എത്ര ദിവസം എടുത്താലാണ് ഈ 33 കോടി ദേവതമാരുടെയും സാങ്കല്പികമായ മന്ത്രങ്ങൾ നമ്മൾ ധ്യാനിക്കുക അല്ലെങ്കിൽ സ്മരിക്കുക? ഇവിടെ നമ്മൾ കുടുംബവും കുട്ടികളുമായിട്ട് ജീവിക്കുകയാണ്. അപ്പോൾ പിന്നെ എങ്ങനെയാണ് ഒരു ദൈവത്തിനെ, ഇത്രയും ദൈവത്തിനെ ഓർക്കപ്പെടുക? എങ്ങനെ നമ്മൾ സ്മരിക്കും? സാധ്യമല്ല. അതിനാണ് ശാസ്ത്രം നിരൂപിക്കുന്നത്, നിങ്ങൾ ഇങ്ങനെ ബുദ്ധിമുട്ടണ്ട, അതിനേക വഴി എന്ന് പറയുന്നത്, നിങ്ങളെ പരിശുദ്ധമാക്കാനുള്ള ഏക വഴി ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഈ മഹാമന്ത്രം ജപിക്കുന്നതിലൂടെ നിങ്ങൾ ഭഗവത് പാദത്തെ പോകുന്നു. മാത്രവുമല്ല, നിങ്ങൾക്ക് യശസ്, കീർത്തി മുതലായ എല്ലാ ഐശ്വര്യങ്ങളും നിങ്ങൾക്കുണ്ടാവുകയും നിങ്ങൾ സ്മരിക്കപ്പെടാത്ത ദേവതകളെ കൂടിയും അനുഗ്രഹം വർഷിക്കുമാറ് ആയിത്തീരുന്നു. അതാണ് ഈ മന്ത്രത്തിൻ്റെ ഫലം. ഈ മന്ത്രത്തിന് യാതൊരുവിധ അശുദ്ധിയോ യാതൊരുവിധ നിയമങ്ങളോ യാതൊരുവിധമായ അനുവർത്തമോ ഇല്ല. കാരണം ഇത് മഹത്തായ ബൃഹത്തായ മഹത് മന്ത്രമാണ്. ഇതിനെ മഹാമന്ത്രം എന്ന് പറയുന്നു. ഈ മഹാമന്ത്രം ഉച്ചരിക്കുന്ന ഒരുവൻ ഏത് കുലത്തിൽ പിറന്നാലും, ചണ്ടാള കുലത്തിലായാലും ശരി, നീചകുലത്തിലായാലും ശരി പിറന്നാലും അവൻ ഈ മന്ത്രം ജപിക്കുന്നതിലൂടെ യഥാർത്ഥ ജീവനിലെ മുക്തിയിലേക്ക് എത്തുന്നു. ഈ മന്ത്രമാണ് എല്ലാത്തിനും സാരമായുള്ളത് എന്നാണ് ശാസ്ത്രം പറയുന്നത്. ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുർമീലിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ.